താങ്കൾ KPCC അധ്യക്ഷനായിട്ട് വരുമ്പോൾ കേരളത്തിലെ കത്തോലിക്ക സമൂഹത്തിന് അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന് അഭിമതനായിട്ടുള്ള ഒരാൾ അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രിഫറൻസ് കൂടി താങ്കൾക്ക് ലഭിച്ചു എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളും ആ സമയത്ത് വന്നതാണ്. ഏതായാലും മധ്യ തിരുവിതാംകൂറിലടക്കം ക്രൈസ്തവ വോട്ടുകളിൽ, പരമ്പരാഗത ക്രൈസ്തവ വോട്ടുകളിൽ പഴയ പോലുള്ള സ്വാധീനമില്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ടോ? ആ തരത്തിൽ അത് തിരിച്ചുപിടിക്കാനുള്ള ഒരു സ്ട്രാറ്റജി താങ്കളുടെ നേതൃത്വത്തിന് ഭാഗത്തുനിന്നുണ്ടാകുമോ? ഇല്ല, മധ്യ കേരളം കോൺഗ്രസിന്റെ കരുത്തുറ്റ ഒരു മേഖല തന്നെയാണ്. ഇപ്പൊ എറണാകുളം കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമല്ലേ. ചില സ്ഥലങ്ങളിൽ എന്നാൽ സംഘടനാപരമായ പോരായ്മകൾ കൊണ്ട് ചെറിയ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടി പരിഹരിച്ചു പോകണം. ഞാൻ ഒരു മതേതര പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ പൊതു മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ കണ്ണൂർ DCC പ്രസിഡന്റായിരുന്നു. കണ്ണൂർ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഞാൻ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. ക്രിസ്ത്യൻ സമുദായമായിട്ട് മാത്രമാണോ എനിക്ക് ബന്ധം? ക്രിസ്ത്യൻസിന് മാത്രമാണോ ക്രിസ്ത്യൻ സമുദായമായിട്ട് ബന്ധം? നമ്മുടെ പ്രതിപക്ഷ നേതാവ് എവിടെ പ്രസംഗിച്ചാലും, ക്രിസ്ത്യൻ സഭയുടെ വിവിധ പരിപാടികളിൽ പ്രസംഗിച്ചാൽ മതമേലധ്യക്ഷന്മാർക്ക് സമാനമായിട്ട് തന്നെ അദ്ദേഹത്തിന് ബൈബിള് കൂട്ടിയത് കയ്യടി മേടിച്ച് പ്രസംഗിക്കാൻ സാധിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് സാധിക്കുന്നുണ്ട്. ശശി തരൂർ പങ്കെടുക്കുന്ന നിരവധി പരിപാടികളുണ്ട്. KC വേണുഗോപാൽ പങ്കെടുക്കുന്ന നിരവധി പരിപാടികളുണ്ട്. K സുധാകരന് വലിയ പിന്തുണയുണ്ട്. അപ്പോൾ എല്ലാ സമുദായങ്ങളുമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നല്ല ബന്ധമുണ്ട്. ഒരു മതേതര പാർട്ടി എന്ന നിലയിലാണ് കോൺഗ്രസ് എന്നെ അതിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ടീം വർക്കാണത്. UDF കൺവീനർ അടൂർ പ്രകാശും വർക്കിംഗ് പ്രസിഡന്റ്മാരെ AP അനിൽകുമാറും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ചേരുന്ന നല്ല ഒരു ടീം വർക്കാണ് ഞങ്ങളുടെ കരുത്ത്. കൂട്ടായ്മയാണ് ഞങ്ങളുടെ ബലം.